ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണ കഥാമൃതത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ബാലകാന്ഡം പൂർത്തീകരിച്ച് അയോധ്യാകാന്ഡം ആരംഭിച്ചു. അതിൽ ശ്രീരാമചന്ദ്രനെ ദർശിക്കുവാനായി നാരദമുനി ദശരഥൻ്റെ കൊട്ടാരത്തിലെത്തി. ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള സംവാദ സമയമാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പൂർത്തീകരിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ സമാരംഭിക്കുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ, ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും. ഹരേ രാമ 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 ഹരേ ഹരേ. അല്ലയോ നാരദ മഹാമുനി, അങ്ങ് എന്തിനാണ് എൻ്റെ അടുത്തേക്ക് എഴുന്നള്ളിയത്? അങ്ങയെ കാണാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായി ധന്യനായി. എന്താണാവോ അങ്ങയുടെ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ നാരദൻ സാക്ഷാൽ മഹാവിഷ്ണുവായ വൈകുണ്ഠപുരേശനായ ശ്രീരാമചന്ദ്ര സ്വാമിയോട് പറയുന്നു, അങ്ങക്കെല്ലാം അറിയുന്ന ആളാണല്ലോ എങ്കിലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് നാരദ മഹാമുനി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതാണ് ഇനി പാരായണം ചെയ്യുന്നത്. പുത്രമിത്താത്തകളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ, ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീ രമാദേവി ജാനകി, മാരാരിയും നീയുമാദേവി ജാനകി, സാരസസമ്പന്നായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും. ജാനകി ആദിത്യനല്ലോ ഭവാൻ, പ്രഭാജാനകി സീതകിരണൻ നീ രോഹിണീ ജാനകി. ആദിത്യനല്ലോ ഭവാൻ, പ്രഭാജാനകി ശീതകിരണൻ നീ രോഹിണീ ജാനകി. ആതിഥേയാധിപൻ നീ ശജി ജാനകി, ജാതവേദസ്സു നീ സ്വാഹാ മഹീസുത. അർക്കജന്നീ ദണ്ഡനീതിയും ജാനകി, രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി, ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരിതേ സീതാരാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവരാ കുമാര രഘുപതേ രാജീവലോചന രാമദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സ്വർദ്രുമം നീ രഥാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ, തൽസർവവും ദേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം. യാതൊന്നതൊക്കവേ ജാനകി ദേവിയും, നിങ്ങളിരുവരുമെന്നെയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരിഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും, പിന്നെ അതിങ്കൽ നിന്നുള്ള മഹത്വത്വമെന്നതെങ്കിൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നത് അഹങ്കാരബുദ്ധി പ്രപഞ്ച പ്രാണനേന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ.
ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാപതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്ന കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാഞ്ചിത്തിനുള്ളോരുതാപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായ സർവോപരിസ്ഥിതനായ സർവസാക്ഷിയായ തേജോമയനാം പരൻ പരമാത്മാവുരാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നിതൊക്കെ ഓർക്കും വിധവും. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യുദുഃഖാദികൾ. തൊൽക്കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ഭക്തഭൃത്യഭൃത്യന്മാരിൽ ഏകനെന്നൽപജ്ഞനാം എന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ നിന്നുട പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദഭാഷ പരിപ്ലുതനേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു പവാനെ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നതു നീയും അതിനനുകൂലമായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകൻ എന്നോട് സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായിക. അതുമൂലം കാലവിളംബനമെന്തനിന്നല്ലല്ലേ മൂലമതിനുണ്ടതും പറഞ്ഞിടുവാൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം. കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മഫലക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നു ആരുമറിയാതിരിക്കുകയുമില്ലല്ലോ. നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ. നാളികലോചനൻ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിയിടുവൻ. എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നുമുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുതാനാന്വനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവനും ദേവമുനീന്ദ്രനുമനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കുമതിനുള്ള സംശയം. ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ.
ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമാരിയ്ക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിപ്പിക്കുന്നതെപ്പോഴും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം കുമാരനെ പൃഥ്വീപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോൾ അതെങ്ങനെയെങ്കിലേ അതുൾപ്പുയിലോർത്തു നിയോഗിക്കയും വേണം. ഈ പ്രജകൾക്കനുരാഗം അവങ്കലും ഉണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടില്ലയോ. വന്നീല മാതുലനെ കാൺമതിനേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു അടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവൻ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടും അത് നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ എന്നു തന്നെ സംഭരിച്ചിടണം. രാമനോടൊന്നെന്തൊരു വഴി വൈകാല സാമോദമിപ്പോഴേ ചെന്നറിയിക്കേണം. തോരണപങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അതുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളികനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രനും അന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരം എന്നിയെ സംഭരിച്ചിടുവൻ ചിത്തേ നിരൂപിച്ചു കണ്ട് സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. ഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം 4 കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളമഴ്ത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലയജവർണ്ണങ്ങൾ കൊണ്ടുവായി കെട്ടിവെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിഖഛത്രം സുവർണ ദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിഹ നിൽക്ക കൂശപാണികളായ സഭാന്തികേ. നർത്തകിമാരോട് വാര വധൂജനം നർത്തക ഗായക വണിക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാംഗണേ നിന്നു മനോഹരം ഹസ്തശ്വപത്തിരഥാതി മഹാബലം വസ്ത്രാദ്യാലങ്കാരമോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം. മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹം എത്രയും ഭാസുരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തിത്തതാ പത്നിയോടും അതിഭക്ത്യാരഹൂത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മലവാരണാതൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്ങേന ധരിച്ചു വിശുദ്ധനായ ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായൻ അടിയൻ അതീവ കേളിന്നു പാദോർത്ഥകതീർത്ഥം ധരിക്കയാൻ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. ത്വൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമാ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ
എന്നതുമിന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതും നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നുതാപം കെടുപ്പാനും ഭക്തജനത്തിന് മുക്തി സിദ്ധിപ്പാനും ഇത്തം അവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു മായാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ, ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ, ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്തവാഹകനായ നീ, ശുദ്ധ തത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ, എന്നോടു ധാതാവുദാനരുൾ ചെയ്യുകയാൽ. എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ, ഞാനും ഭവാനോടൊരു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും. യോഗേശ തേ മഹാമായ ഭഗവതി ലോകയ്യമോഹിനി മോഹിപ്പയായമാം നിഷ്കൃതീകാമൻ ഭവാനെങ്കിലാശയം മായ മോഹിപ്പിയായമേ. ത്വൽപ്രസംഗാൽ സർവമുക്തിമുക്തം ഇപ്പോൾ അപ്രവക്തവ്യം മയാ രാമകുത്രജിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ, ഉണ്ട് അഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നിന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതൻ എനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവു, നീ രാജ്യഭോക്താവും നീയത്രേ വത്സ. മമത്വം ബഹിപ്രാണനായക ലുത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാൻ ഇല്ലിതിന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാലറിയിച്ചു. സമസ്തവും രാജീവസംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാൻ ഒരു പുമാൻ. സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൻ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമയായി കൗതുകമോട് പൂജിച്ചു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയെ തുണയെന്നു ചേരസിഭക്ത്യാ വണങ്ങി വാണിടിനാൾ. അഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ. കേകയപുത്രീ വശകഥനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികെ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേ ചിത്തമെന്തീശ്വര.
നല്ലവണ്ണം വരുത്തേണം എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി ഭാഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു. പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതൻ അമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ദരതൻ വേദന വദനാന്തരെ വാണിയിടിനാൽ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം ഗുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയിതാനും അവളോട് ചൊല്ലിനാൻ. മന്ദരേ ചൊല്ലു നീ രാജ്യം എല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളികലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ. ഏറെ ഒരാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധവുമില്ലെന്ന നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇത്തം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല. അതിനൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടേ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മാറ്റാരെയുമില്ലെന്നറിയ നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവൻ ഇല്ലൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചേരസാ പിന്നെയും ചൊല്ലിനാൾ. ഭാവേ മഹാഭയകാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതെറിഞ്ഞില്ലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപന്മാതുരനെ കാൺമതിനായച്ചതും ചേരസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കും അതും സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും. സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വതേമേതുമേ നാട്ടിൽ നിന്ന് കളകിലുമാം ഒരു വാട്ടം വരാതെ വിധിച്ചിടുകിലുമാം. നാട്ടിൽ നിന്നാട്ടിക്കളകിലും ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാതപരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണയിൽ വാഴുകയിൽ. മരണമതിനില്ല സംശയം ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വൽസുതൻ വാഴിക്കും നരവരൻ. രാമൻ ഈരേഴാണ്ടു കാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കു വസിക്കാം ചിരം. വേണമെന്നാകിൽ അതിനൊരുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ.
മുന്നേ സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നുടെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകമ്പുക്ക് സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം. പോരില്ലേതെന്നറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായ യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു വൃദ്ധീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ. നിൻ തൊഴിൽ കണ്ട അതിസന്തോഷം ഉൾക്കൊണ്ടു ചന്ദ്രളർമേനി പുണർന്നുടൻ. പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും, നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം. വരിച്ചുകൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൻ. ദത്തമായൊരു വരദ്വയം സ്വാദരം ന്യസ്തം ഭവതി മയാ നിർവതീശ്വര. ഞാൻ ഒരവസരത്തെങ്കിൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. ഞാനും മറന്നു കിടന്നത് മുന്നമേ മനസ്സേ തൊന്നി പാലാലീശ്വരാജ്ഞയാ. ബാക്കി ഭാഗങ്ങൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് സേവിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.